ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, പലരും പറയുന്നു ജാക്കിന് സ്പെയർ പാർട്സ് ഇല്ല, ബോർഡ് കിട്ടാനില്ല, അതിൻ്റെ ഒറിജിനൽ പാർട്സ് ഇല്ല, ഒറിജിനൽ ഷട്ടിലില്ല, ഹുക്ക് സെറ്റ് ഇല്ല എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫുൾ സ്പെയർ പാർട്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക. ഇതിനുള്ള ബോബിൻ കേസ് വരെ ജാക്കിൻ്റെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ടെൻഷൻ സെറ്റും മറ്റും എല്ലാം അവൈലബിൾ ആണ്. അത് ഫുള്ളായി നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ സ്പെയർ പാർട്സിനെ കുറിച്ച് പറഞ്ഞുതരാം. നമുക്ക് നോക്കാം സ്പെയർ പാർട്സ്. ഇത് നിങ്ങൾ നോക്കിക്കേ, ഇതിലിവിടെ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്, അതായത് 1 മാർക്ക് ചെയ്ത് ട്രിമ്മർ, 2 സിസർ, 3 മെഷർമെൻറ്റ് ടേപ്പ്, 4 നമ്മുടെ ആക്സിലേറ്ററിൻ്റെ കേബിളാണ്. ഈ കാണുന്ന 5 മാർക്ക് ചെയ്തോ അതാണ്. അത് പോസ് ചെയ്ത് നോക്കുക നിങ്ങൾ. നമുക്ക് വീഡിയോയിൽ അത്ര ഈ 8, 9 എന്ന് കാണിച്ചിരിക്കുന്നത് ആക്സിലേറ്ററിൻ്റെ കേബിള്. അതുപോലെ തന്നെ യു ടൈപ്പ് LED ലൈറ്റാണ് വരുന്നത്. ഈ 10 എന്ന് എഴുതിയിട്ടുള്ളത് പ്രഷർ ഫൂട്ടാണ്. 11 എന്നുള്ളത് നീഡിൽ പ്ലേറ്റാണ് നിങ്ങൾ കാണുന്നത്. ഈ 12 എന്ന് ഫീൽ ചെയ്ത് വരുന്നത് ഫീഡോഗ് ആണ്. ഇനി 13 എന്ന് വരുന്നതാണ് യു ലാമ്പ്. 14 നമ്മുടെ സാധാരണ മിഷ്യൻ്റെ തന്നെ ലൈറ്റാണ്. 15ഉം 16, 17 എന്ന് വന്നത് 16 എന്നുള്ളത് ടെൻഷൻ സെറ്റാണ്. 17 എന്നുള്ളത് നമ്മുടെ പ്രഷർ ഫുഡ് പൊക്കുന്ന ടാങ്കിനകത്ത് ഇടുന്ന ഓയിൽ ടാങ്ക് അംബ്രലയാണ്. 18 എന്ന് കാണിച്ച നീഡിൽ ബാറാണ്. 19 ലൈറ്റാണ്. 20 ബോർഡാണ്. 21 ബോബിൻ കേസാണ്. 22 ബോബിനാണ്. 23 നമുക്ക് വേറെ അടുത്തത് വരുന്നുണ്ട്. 24 വന്നത് F4ൻ്റെ ടൈപ്പ് ലൈറ്റാണ്. 23 എന്ന് എഴുതി കാണിക്കുന്നത് ഷട്ടിലാണ്, നമ്മുടെ ഹുക്ക് സെറ്റ്. അതായത് കംപ്ലീറ്റ് പാർട്സ് ഒറിജിനൽ ജാക്കിൻ്റെ പാർട്സ് അവൈലബിൾ ആണ്. 25 എന്നുള്ള ബോബിനാണ് കാണിച്ചത്. 26 ബോബിൻ കേസാണ്. കൺഫ്യൂഷനുള്ളവർ ജസ്റ്റ് പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ വൃത്തിയായിട്ട് മനസ്സിലാവും. കംപ്ലീറ്റ് സാധനം ജാക്കിൻ്റെ സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. ഇലക്ട്രോണിക്സ് ബോർഡ് നിങ്ങളായിരിക്കണം നോക്കിയാൽ അതെല്ലാം ഇലക്ട്രോണിക്സ് ആണ് പകുതി സാധനങ്ങൾ. അതായത് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിള്, LED ലൈറ്റ്, ഡിസ്പ്ലേ, അതുപോലെ സെപ്പറേറ്റ് വരുന്ന ജാക്കിൻ്റെ യു ലാമ്പുകൾ സാധാരണ മെഷീനിൽ പിടിപ്പിക്കാൻ, ജാക്കിൻ്റെ തന്നെ സിസർ, പിന്നെ ആക്സിലേറ്ററിൻ്റെ ചെറിയ PCBകളാണ്. കാരണം ജാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ എന്ത് കോമ്പോണൻ്റ് ആയാലും അത് എത്ര ചെറിയ പാർട്സ് ആണെങ്കിലും അത് അവൈലബിൾ ആണ്. ട്രിമ്മർ വരെ ജാക്ക് ഇറക്കുന്നുണ്ട്, സിസർ ഇറക്കുന്നുണ്ട്, ഡിസ്പ്ലേ നമ്മുടെ സ്വിച്ച് ഉണ്ടല്ലോ, ബട്ടൺ നമ്മൾ അമർത്തുന്നത്, ആ കാണുന്ന ചെറിയ സ്ക്രീനിനെയാണ് നമ്മൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പ്രഷർ ഫൂട്ട്, നീഡിൽ പ്ലേറ്റ്, അതുപോലെ തന്നെ നീഡിൽ ബാർ, വളരെ കുറച്ച് പാർട്സാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നതിൽ ഇതിൽ കൂടുതൽ ഒരുപാട് പാർട്സ് നമുക്ക് കിട്ടും. ഇതേത് പാർട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. കൂടാതെ ജാക്കിൻ്റെ മെഷീനും നമുക്ക് അവൈലബിൾ ആണ്. ഏത് മോഡൽ മെഷീൻ വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. താങ്ക്